നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വരികയായി. കേരളീയർക്ക് വിഷു എന്നാൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ തുടക്കം കൂടിയാണ്. വിഷു എന്നാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണിയാണ്. കണ്ണനെ സാക്ഷിയാക്കി പ്രകൃതിയുടെ കനക രൂപങ്ങളായ കണിക്കൊന്നയുടെ അകമ്പടിയോടെ നമ്മൾ ഒരുക്കുന്ന വിഷുക്കണി. വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടത്, എന്തെല്ലാമാണ് വിഷുക്കണിയുടെ പ്രത്യേകതകൾ, ഇവയെക്കുറിച്ചെല്ലാം നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ജ്യോതിഷ വാർത്തയിലൂടെ എല്ലാവർക്കും ചിരപരിചിതനായ ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ തിരുമേനിയാണ്. തിരുമേനി, നമസ്കാരം. നമസ്കാരം. ഈ പറയുന്ന പോലെ എല്ലാ വർഷവും ആൾക്കാർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് കൃത്യമായി ഈ വിഷുക്കണി ഒരുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട്. വിഷു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു കാർഷിക ഉത്സവത്തിൻ്റെ തുടക്കമാണ്. അതുമാത്രമല്ല, ഹിന്ദുക്കളെ സംബന്ധിച്ച് ചിങ്ങമാസം 1-ാം തീയതി പോലെ തന്നെ ഈ മേടവിഷു എന്ന് പറയുന്ന ഒരു വർഷാരംഭമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. നമ്മൾക്ക് നമ്മുടെ മുൻപോട്ടുള്ള ഒരു വർഷത്തെ ജീവിതകാലത്തിൽ സമ്പന്നതയുടെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ, നല്ല കാഴ്ചകളുടെ, നല്ല ദൃശ്യങ്ങളുടെ, നല്ല ചേതോവികാരങ്ങൾ ഉണരുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ആദ്യം ഭഗവാനെ കണി കണ്ടുണർന്ന് ഭഗവത് സമീപത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ കാരണവരായി നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ച് ആദ്യം നമ്മുടെ അന്നത്തെ ഒരു വർഷം ആദ്യം കിട്ടുന്ന ആ സമ്പത്ത് കൊണ്ട് ഒരു വർഷം നമ്മൾ സമ്പൽ സമൃദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി ഈശ്വരനാൽ, മഹാവിഷ്ണുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും മഹത്തരമായ ഒരു ദിവസമാണ് ഈ വിഷു. അതൊരു ആ കൈനീട്ടമാണെങ്കിലും ആ വിഷുക്കണിയാണെങ്കിലും ഒരു നിസ്സാരമായ കാര്യമല്ല. ജീവിതത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ ദിവസമാണ്. അപ്പോൾ ആ ദിവസം തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം, നമ്മൾ കണ്ണടച്ച് എണീക്കുന്ന കട്ടിൽ നിന്ന് കണ്ണടച്ച് കണ്ണ് തുറക്കുന്നത് ഭഗവാന്റെ നിലവിളക്ക് കത്തിച്ച ഭഗവാന്റെ സ്വരൂപത്തിലാണ്. ആ ഭഗവാന്റെ മുൻപിൽ എങ്ങനെയായിരിക്കണം ഭഗവാനെ ഒരുക്കണം, ഏത് രീതിയിൽ ഒരുക്കണം, അവിടെ എങ്ങനെയൊക്കെ ആവണം ഒരുക്കങ്ങൾ വേണ്ടത്, അത് ആദ്യം നമ്മൾക്ക് കാണാം. അങ്ങനെയുള്ള ഒരുക്കങ്ങളെയാണ് നമ്മൾ ദർശിക്കുന്നത്. ആ ദർശന മാഹാത്മ്യമാണ്, ആ ദർശന പുണ്യമാണ് ഒരു വർഷത്തേക്കുള്ള നമ്മുടെ യാത്ര. ആ ദർശനത്തിലൂടെ കിട്ടുന്ന മഹത്തരമായ അനുഗ്രഹകലയാണ് നമുക്കൊരു വർഷത്തേക്ക് കിട്ടുന്ന യാത്ര. അതുകൊണ്ട് ആദ്യം എങ്ങനെയാണ് ഒരു വിഷുക്കണി ഒരുക്കേണ്ടതിനെക്കുറിച്ച് നമുക്കൊന്ന് ദർശിക്കാം. കണ്ടോളൂ. നമ്മൾ വിഷുവിന് ഒരുക്കുന്നതിന് മുമ്പ് ഒരു പീഠം ശരിയാക്കി, ഒരു പീഠം ഉണ്ടാക്കി, ആ പീഠത്തിൽ ഒരു മഞ്ഞപ്പട്ട് ഭഗവാനെ സങ്കല്പിച്ച് വിരിച്ച്, അതിനുശേഷം ഭഗവാന്റെ തിരുസ്വരൂപം, മഹാവിഷ്ണു സ്വരൂപം നാരായണനാമം ജപിച്ച്, നാരായണനെ ഓർത്തുകൊണ്ട്, നാരായണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ നാരായണമൂർത്തി അവിടെ പ്രതിഷ്ഠ കഴിച്ച് അവിടെ വെക്കുകയും, അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഓടിൻ്റെ വിഗ്രഹം വെക്കുന്നുണ്ട്. അതെല്ലാവരും വെക്കണം നിർബന്ധമില്ല. അങ്ങനെ വെച്ച് ഭഗവാനെ ആ സ്വരൂപം അവിടെ വെച്ച് ഭഗവാന്റെ മുമ്പിൽ ആ 2 വിളക്കുകളും വെച്ച്, അതിന് 2 ബിംബങ്ങളും വെച്ചു. അതിനുശേഷം നമ്മൾ ഭദ്രത്തെ നൽകുന്ന അല്ലെങ്കിൽ ഐശ്വര്യത്തെ നൽകുന്ന നിലവിളക്ക് അവിടെ വെച്ചതിന് ശേഷം ആ നിലവിളക്കിനകത്ത് 5 തിരി ഇടുക എന്നുള്ളതാണ്. 5 തിരി എന്ന് പറഞ്ഞാൽ 4 തിരി 4 ദിക്കിലേക്കും, 5ാമത്തെ തിരി കിഴക്ക് വടക്ക് മൂലകളിലേക്കാണ് ഇടേണ്ടത്. കിഴക്ക് വടക്ക് മൂലകളിലേക്കാണ് 5 തിരി ഇടേണ്ടത്. അങ്ങനെ ആദ്യം 4 ദിക്കിലേക്കും അവസാനത്തെ 5ാമത്തെ തിരി കിഴക്ക് വടക്ക് മൂലകളിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് നല്ല നെയ്യ്, നറുനെയ്യ് കൊണ്ടുള്ള നെയ്യോ അല്ലെങ്കിൽ നല്ല എള്ളുകൊണ്ട് കാച്ചിയെടുത്ത നല്ല എള്ളെണ്ണയോ അതിനകത്തൊഴിച്ച്, എള്ളെണ്ണ പണ്ട് തൊട്ട് എള്ളെണ്ണയ്ക്ക് പ്രാധാന്യമുണ്ട്, എള്ളെണ്ണ ഒഴിച്ച് അത് കത്തിക്കുക. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. എള്ളെണ്ണ ഒഴിച്ച് അത് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഭഗവത് സ്വരൂപത്തിൻ്റെ മുമ്പിൽ എണ്ണയൊഴിച്ച് 5 തിരി ഇട്ടു. 5 തിരിയുടെ കാര്യമാണ് പറഞ്ഞത്. 4 ദിക്കിലേക്കും 4ാമത്തെ തിരി കിഴക്ക് വടക്ക് മൂലയിലേക്ക് ഇട്ടു. അതിനുശേഷം അഷ്ടമംഗലം എന്ന് പറയുന്ന ആ 8 കൂട്ടങ്ങൾ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ മുമ്പിൽ വെച്ചു. അതിനുശേഷം ഭഗവാന് നിവേദ്യാദികൾ എന്ന് പറയുന്ന സാധനം അവില്, മലര്, ശർക്കര, പഴം
ഇത്യാദി സാധനങ്ങൾ ഭഗവാന്റെ തിരുമുമ്പിൽ നമുക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം നെല്ല് കാർഷികോത്സവത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അതിനുശേഷം അല്പം ഉണക്കലരി നമ്മൾ വെച്ചു. വേദഗ്രന്ഥങ്ങളായി നിൽക്കുന്ന മഹത്തരമായി നിൽക്കുന്ന പുസ്തകങ്ങളാണ്. അതിനുശേഷം നമ്മൾ ഒരു ഉരുളിക്കകത്ത് ഒരല്പം മഞ്ചാടി വെക്കുക. അതിനുശേഷം ഒരു ഓടിൻ്റെ വാൽക്കണ്ണാടി വെക്കുക. ശേഷം സ്വർണ്ണ നാണയങ്ങൾ ഒരു ഉരുളിക്കകത്ത് ഭഗവാന്റെ മുമ്പിൽ വെക്കുക. നമ്മൾ നാണയനിധി ഭഗവാന്റെ മുൻപിൽ വെച്ച് കഴിഞ്ഞു. ഭഗവാന്റെ അരഞ്ഞാണം, സ്വർണ്ണ അരഞ്ഞാണം എന്ന് മാത്രം സങ്കല്പിക്കുന്ന കൊന്നപ്പൂവ് ആണ് അടുത്തത് ഭഗവാനെ ചാർത്തുകയാണ്. കൊന്നപ്പൂവ് ചാർത്തുക എന്നുള്ളതാണ്. അത് ഭഗവാന്റെ തിരുസ്വരൂപത്തിൻ്റെ കാൽച്ചുവട്ടിൽ ആയിട്ട് ഭഗവാനെ ചാർത്തി വെക്കുന്നത്. അങ്ങനെയാണ്. മയിൽപ്പീലി കണ്ണൻ ആണ് നമ്മുടെ കണ്ണനെ. നമുക്ക് 2 മയിൽപ്പീലിയും കൂടെ ചൂടിക്കാം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായി നിൽക്കുന്ന മയിൽപ്പീലി. വിഷുക്കണി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണിവെള്ളരിയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. കണിവെള്ളരി ആദ്യം വെക്കുക. അതിനുശേഷം ഒരു നാളികേരം, മാങ്ങ, അങ്ങനെ പച്ചക്കറി എല്ലാം ആകാം കേട്ടോ. പച്ചക്കറി ആകുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരു പടവലങ്ങ വെക്കാം. അല്പം മുരിങ്ങക്ക വെക്കാം. ഒരു ചെറിയ ചക്ക വെക്കാം. കണി കാണും നീരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം. നമ്മൾ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കണിക്കൊന്ന കൊണ്ട് നമ്മൾ വെച്ചതിൻ്റെ മുകളിൽ ഒന്ന് അലങ്കരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കേമായിട്ട് അലങ്കരിക്കാം, ഉള്ളതിൻ്റെയൊക്കെ അനുസരിച്ച് അലങ്കരിക്കാം. കാഴ്ചദ്രവ്യങ്ങളൊക്കെ വെച്ച് ആ ഭഗവാന്റെ മുമ്പിൽ അതൊക്കെ ഒന്ന് അലങ്കരിച്ച് ഭംഗിയാക്കുന്നതിന് വിരോധമില്ല. കാരണം കണിക്കൊന്നയ്ക്കും കണിവെള്ളരിക്കുമുള്ള പ്രാധാന്യം ഒരിക്കലും പറഞ്ഞാൽ തീരാത്തതാണ്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അടുത്തത് ഭഗവാന്റെ ദീപോജ്വലനമാണ്. ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ മുമ്പിൽ ദീപം കൊടിവിളക്കിൽ കത്തിച്ച് ഇരിക്കുക. ആദ്യം കിഴക്ക് ഭാഗത്തു നിന്ന് തുടങ്ങി അത് ക്ലോക്ക് വൈസായിട്ട് അങ്ങനെ കറങ്ങി പടിഞ്ഞാറ് വശത്തെത്തി വടക്ക് വശത്ത് വന്ന് അവസാനത്തെ തിരി കിഴക്ക് വടക്ക് മൂലയിൽ കത്തിച്ച് 5 തിരിയിട്ട 5 ജ്വാലയുള്ള തിരികൾ കത്തിച്ച് ഭഗവത് സ്വരൂപത്തെ റെഡിയാക്കി വെക്കുകയാണ് ഈ വിഷുക്കണിക്ക് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള ഒരുക്കുന്ന 5 ദീപങ്ങളാൽ ജ്വലിക്കുന്ന ഭഗവാന്റെ കാർഷിക വിഭവങ്ങളാൽ നിറഞ്ഞ, നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ കാർഷിക സാധനങ്ങൾ മുമ്പിൽ വെക്കാവുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ആ സ്വരൂപത്തെ റെഡിയാക്കുക. ഇതുപോലെ കൃത്യമായി അത് വെക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായി നിൽക്കുന്ന ഒരു ഐശ്വര്യപ്രദമാവുന്നത്. ഇങ്ങനെയാകുന്ന ഭഗവാനെ ആ ദീപജ്വാലയിൽ നിൽക്കുന്ന ആ വിഭവങ്ങളാൽ സമൃദ്ധമായി നിൽക്കുന്ന സ്വർണ്ണ നാണയവും മഞ്ചാടിക്കുരുവും വാൽക്കണ്ണാടിയും അഷ്ടമംഗലക്കൂട്ടും ഗ്രന്ഥക്കൂട്ടും അക്ഷതവും പൂവും നെല്ലും മരിയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭഗവത് സ്വരൂപത്തെ തൊഴുന്നതാണ് ഏറ്റവും മഹനീയമായ ദർശനം. അങ്ങനെയാണ് കൃത്യമായി വിഷുക്കണി നമ്മൾ ഒരുക്കേണ്ടത്. നമ്മുടെ ഒരു വർഷത്തിൻ്റെ ആരംഭമാവുന്ന സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ, ശ്രേഷ്ഠതയുടെ, നമുക്ക് വരുന്ന സകല ഭാഗ്യത്തിൻ്റെയും ദിവസമായി നിൽക്കുന്ന വിഷു ഭഗവാനെ ഇങ്ങനെ ഒരുക്കി കാണുമ്പോൾ കിട്ടുന്നത് മഹത്തരമായി നിൽക്കുന്ന ഒരു ഭാഗ്യമാണ്, മഹത്തരമായ ദർശനമാണ്. പൊൻ വിഷുക്കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ വിഷുക്കണിയെക്കുറിച്ചും വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയെന്നെല്ലാം വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന തിരുമേനിയോട് ഹൃദയം നിറഞ്ഞ നന്ദി. ശരിക്ക് ഇപ്പം നിങ്ങൾ ഒരുക്കുമ്പോൾ ഇത് ഏറ്റവും വളരെ
ചെറിയ രീതിയിലുള്ള വിഷുക്കണി ഒരുക്കലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിള്, മുന്തിരിങ്ങ, അങ്ങനെയുള്ള പഴങ്ങൾ വെക്കാം. ഈ പറഞ്ഞ പോലെ കോടി വസ്ത്രങ്ങൾക്ക് പുതിയ ഡബിളുകൾ വെക്കാം. അതുപോലെ തന്നെ അക്ഷതം, അഷ്ടമംഗല്യക്കൂട്ടത്തിനകത്ത് അക്ഷതം വെക്കുന്നുണ്ട്. ആ അക്ഷതത്തിൻ്റെ കൂടെ സ്വർണം വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എക്സ്ട്രാ വെക്കാവുന്നതാണ്. സ്വർണ്ണമൊക്കെ വെക്കാവുന്നതാണ്. കാരണം വിഷു കണി കൊടുക്കുമ്പോൾ സ്വർണം കൂട്ടി കൊടുക്കേണ്ടതൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വെക്കാം. ഇതിനെ കൂടുതൽ വിഭവസമൃദ്ധമാക്കാം. മിനിമമായി ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇത്രയെങ്കിലും വെക്കുമ്പോഴാണ് ഒരു വിഷുക്കണി ഒരുക്കുക എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എത്തുന്നത്. എന്തായാലും സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന, ഐശ്വര്യപ്രദമായി നിൽക്കുന്ന ഒരു വർഷം ഗുരുവായൂരപ്പൻ്റെ ദേവാദിദേവനായി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ സർവ്വചരാചരങ്ങളുടെയും രക്ഷകനായി നിൽക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ ഓരോ വ്യക്തികളിലും ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നല്ലൊരു വിഷു ആശംസകൾ. നന്ദി.